ഹായ്. ഒരു സുഹൃത്ത് ചോദിച്ചതാണ് ഓഡൂല് ട്രയൽ ബാലൻസ് എങ്ങനെയാണ് ഗ്രൂപ്പ് വൈസ് എടുക്കുക എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെമോ ഓഡൂവിൻ്റെ ഡെമോയിൽ കയറിയിട്ട് ഞാനത് കാണിക്കാം. ഇപ്പോൾ demo.odoo.com എന്നടിക്കുക. demo.odoo.com എന്നടിക്കുമ്പോൾ ഒരു ഡെമോ സൈറ്റ് വരും. അതിൽ നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്യാം, അതിലെല്ലാ ആപ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് കാണും, നമുക്കെന്ത് ചെയ്യാം. ഇതിൽ നമ്മളിപ്പം അക്കൗണ്ടിങ്ങിലേക്ക് പോകുന്നു. റിപ്പോർട്ടിൽ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കുന്നു. ട്രയൽ ബാലൻസ് ഇപ്പം ഗ്രൂപ്പ് വൈസ് അല്ല, ഇത് ഇൻഡിവിജ്വൽ ലെഡ്ജർ വൈസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇൻഡിവിജ്വൽ ലെഡ്ജർ വൈസ് ആണ്. നമുക്കിവിടെ ഇപ്പം എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം വേറെ ലെഡ്ജറൊന്നും ഇല്ല, ഇത് തന്നെയാണ്, ആ ഒരു ലെഡ്ജർ തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ഓരോ ലെഡ്ജറാണ്, ഗ്രൂപ്പല്ല. നമ്മൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പ് വൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ കഴിഞ്ഞിട്ട് അടിയിൽ സാലറീസ് അഡ്മിനിസ്ട്രേഷൻ, സാലറീസ് അക്കൗണ്ടിങ് സെക്ഷൻ, ഫിനാൻസ് സെക്ഷൻ, ഫീൽഡ് ഓഫീസേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഡിവിഷൻസ് അക്കൗണ്ടിങ്ങിൽ തന്നെ ഉണ്ടാവാം. ഇനി എക്സ്പെൻസസ് തന്നെ പലതുണ്ടാവാം, പല ടൈപ്പ് ഓഫ് എക്സ്പെൻസസ്. നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് മാനേജ്മെൻറ്റിന് കാണണം എന്ന് വിചാരിക്കുന്ന എല്ലാ എക്സ്പെൻസും ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ട്രയൽ ബാലൻസ് കിട്ടും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ എല്ലാ ലെഡ്ജറും ബേസ് കിട്ടും. ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രയൽ ബാലൻസിൽ വേറെ സാധാ ട്രയൽ ബാലൻസ് ആണ്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പില്ല. നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിലേക്ക് നോക്കിയാൽ, അതായത് കോൺഫിഗറേഷൻ, അതായത് അക്കൗണ്ടിങ്ങിൽ നിന്നുകൊണ്ട് കോൺഫിഗറേഷൻ നോക്കിയാൽ ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ ആദ്യം ഒരു സാമ്പിൾ ചാർട്ട് ഉണ്ടാക്കണം. നമ്മൾക്ക് ഉണ്ടാക്കാൻ, അതായത് തൽക്കാലത്തേക്ക് 6000 എന്ന് പറയുന്ന എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ മാറ്റാണ് ഇതിൽ, അല്ലെങ്കിൽ 6000-നെ ഇതിൽ 7000 ഇല്ല, 7000 നമ്മൾക്ക് അക്കൗണ്ടിങ് ആക്കിയിട്ട് നമ്മൾക്കൊരു എന്താ പറയുക, ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ അതിനെ ഞാൻ 7,00,000 എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ കൊടുത്തു. അതിനെ സാലറീസ് ആൻഡ് വേജസ് എന്ന് കൊടുത്തു. പിന്നെ അതിനൊരു കോപ്പി അടിക്കുന്നു, അതായത് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. ഒന്നുണ്ടാക്കി 10 വന്നിട്ടുണ്ട്. വീണ്ടും അതിനെ ഇൻക്രിമെൻറ്റ് 10 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്തു, വീണ്ടും 20 വെച്ച് ഇൻക്രിമെൻറ്റ്, വീണ്ടും ഡ്യൂപ്ലിക്കേഷൻ ആക്കി. അതിന് ഞാൻ സാലറീസ് അഡ്മിനിസ്ട്രേഷൻ എന്നാക്കിയിട്ടുണ്ട്. സാലറീസ് സെയിൽസ് എംപ്ലോയീസ് ആക്കിയിട്ടുണ്ട്. സാലറീസ് ഫീൽഡ് ഓഫീസേഴ്സ്, ഇത് ഇത്രയും ആക്കിയിട്ടുണ്ട്. അത് 7,10,20, 30, 3 ലെഡ്ജർ. ഇനി നമ്മൾ ഒരു ജേർണൽ എൻട്രി ഇടുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ജേർണൽ എൻട്രി ഇടുന്നു. അത് നമ്മൾക്ക് August 1 എന്നുള്ള ഡേറ്റിൽ നമുക്ക് ഇട്ട് നോക്കാം. അത് സാലറീസ് അഡ്മിനിസ്ട്രേഷന് ഞാൻ അടുത്തൊന്നും കൂടുതൽ അടിക്കുന്നില്ല, രജിസ്റ്റർ അടിക്കുന്നത് ഒരു നമുക്ക് 1,25,000 ആണെന്ന് കാണിക്കാം. പിന്നെ അടുത്തത് സാലറീസ് സെയിൽസ് എംപ്ലോയീസ് ഉണ്ട്. അല്ല, ഇതൊന്നും വിശദമായിട്ടൊന്നും അടിക്കുന്നില്ല. പിന്നെ 75,000 അടിക്കാം. പിന്നെ ഫീൽഡ് ഓഫീസേഴ്സിന് ഒരു ഇത്ര അടിച്ചു. ഇത്രയും അടിച്ചു പോസ്റ്റ് ചെയ്തു, ഒരു ലെഡ്ജർ പോസ്റ്റ് ചെയ്തു. നോട്ട് ബാലൻസ്, യെസ്, നമ്മൾ ക്രെഡിറ്റ് എൻട്രി കൊടുത്തിട്ടില്ല. പേയ്മെൻറ്റ് ക്യാഷ് ആണെന്ന് വിചാരിക്കാം. തൽക്കാലത്തേക്ക് ക്യാഷ് ഒന്നുമില്ല, നമുക്ക് എൻട്രീസിന് വേണ്ടി ക്യാഷ് ആണെന്ന് കൊടുക്കാം. ക്യാഷ് ഓക്കെ, വേണം. ഓക്കെ, പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്തു. ഇനി ട്രയൽ ബാലൻസ് എടുത്ത് നോക്കാം. ട്രയൽ ബാലൻസ് എടുക്കുമ്പോൾ ഇവിടെ സാലറീസ് എല്ലാം കാണിക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണിക്കുന്നത്. സാലറീസ് ആൻഡ് വേജസ് എന്നിട്ട് ഗ്രൂപ്പായിട്ട് കാണിക്കാൻ ഇതിൽ ഓപ്ഷൻ കാണിക്കുന്നില്ല. ഇവിടെ ഉള്ളത് ഇവിടെ അൺഫോൾഡ്, ഇതിപ്പം അൺഫോൾഡ് ഓൾ മാത്രമാണ്. നമ്മൾ കോൺഫിഗറേഷനിലേക്ക് പോവാം. ഓക്കെ, കോൺഫിഗറേഷനിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. അതായത് ഡെവലപ്പർ മോഡ് ഓൺ ചെയ്യണം. നമ്മൾ താഴത്തേക്ക് വരിക,
താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സിൽ ഇവിടെ ആക്ടിവേറ്റ് ഡെവലപ്പ് മോഡ് ഉണ്ട്. ഓക്കെ, ആക്ടിവേറ്റ് ഡെവലപ്പ് മോഡ് ഓൺ ആക്കുക. ഡെവലപ്പർ മോഡ് ഓണായി. ഇനി വീണ്ടും അക്കൗണ്ടിങ്ങിലേക്ക് പോകുന്നു. ഇപ്പോഴും നമുക്ക് ഗ്രൂപ്പ് റെഡി ആയിട്ടില്ല. നമ്മൾ അക്കൗണ്ടിങ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, നമ്മൾ ലെഡ്ജർ കോഡ് കൊടുക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഓക്കെ, അക്കൗണ്ടിങ് ഗ്രൂപ്പ്, അക്കൗണ്ട് ഗ്രൂപ്പ്. അപ്പം ഞാനിവിടെ സാലറീസ് ഒരു ന്യൂ ഗ്രൂപ്പ് ഉണ്ടാക്കണം. നമുക്ക് സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള കോഡ് നമുക്ക് 7,10,000 ഫസ്റ്റ് തുടങ്ങിയത്. 7,10,000 മുതൽ 7,30,000 വരെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് കൊടുത്തിട്ടുള്ളത്. സേവ് അടിക്കുന്നു. ഓക്കെ, ഇനി ട്രയൽ ബാലൻസിലേക്ക് പോവാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു ട്രയൽ ബാലൻസിലേക്ക് പോവാം. ഇപ്പോഴും അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ വരിക, ഹൈറാർക്കി ആൻഡ് സബ് ടോട്ടൽസ്, ഒരു പുതിയ മെനു ഓണായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഇവിടെ സാലറീസ് ഗ്രൂപ്പ് ഇല്ലാത്ത, ഇതെല്ലാം ഗ്രൂപ്പ് ഇല്ലാതെയാണ് ഉള്ളത്. നമ്മൾ ഗ്രൂപ്പ് തിരിച്ചത് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഗ്രൂപ്പ് തിരിച്ച് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇത് കുറച്ചും കൂടെ ഗ്രൂപ്പ്, ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കണം എന്ന് ചോദിച്ചാൽ ഇതിലൊരു 3 എണ്ണം 25,000 നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കോഡ് ഉണ്ടാക്കുന്നത് 25,000, പിന്നെ 6 ലക്ഷം, 1, 2, 6 ലക്ഷം. ഈ 6 ലക്ഷം ഇത് കോഡാക്കുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് അക്കൗണ്ട് ഗ്രൂപ്പിൽ പോവുക, അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ അത് എക്സ്പെൻസ് അങ്ങനെ വെറുതെ കൊടുക്കുക. നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഗ്രൂപ്പ് ബിൻ്റെ എക്സ്പെൻസ് ഇങ്ങനെയുള്ള അറിയാനാണല്ലോ നമ്മളിങ്ങനെ കോഡുകൾ ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇതിൽ നമ്മളിവിടെ കോഡ് കൊടുത്തു. ഫ്രം ഏത് ലെഡ്ജർ നമ്പർ മുതൽ ടു ഏത് ലെഡ്ജർ നമ്പർ വരെയാണ് കൊടുത്തത്. ട്രയൽ ബാലൻസ് എടുത്ത് നോക്കാം. ഇവിടെ ഇപ്പം 2 ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് തിരിച്ചാൽ ഇങ്ങനെ ഒരു ലെഡ്ജർ നമുക്ക് എക്സലിലേക്ക് വന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഡീറ്റെയിൽ അൺഫോൾഡ് ഓൾറെഡി ഉണ്ടാവും. അൺഫോൾഡ് ഓൾഡ് എടുത്താൽ ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് കിട്ടും. ഈ രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് വൈസ് ലെഡ്ജർ എടുക്കാം. നമ്മൾ വേണ്ടത് ഈ ലെഡ്ജർ കോഡുകൾ, അതായത് ഒരു ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജർ കോഡിൻ്റെ ഫ്രം ലെഡ്ജർ സ്റ്റാർട്ടിംഗ് ലെഡ്ജർ കോഡിൻ്റെ നമ്പറും എൻഡ് ലെഡ്ജർ നമ്പറും ഈക്വൽ ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ ഒരു സീക്വൻസിൽ വരുന്ന അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു നമ്പർ നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടാത്തതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അസൈൻ ചെയ്യണം. പിന്നെ നിലവിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ട്രയൽ ബാലൻസ് ഒക്കെ എടുത്ത് ഓഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ കോഡ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് മുമ്പേ നിങ്ങൾ ഏറ്റവും നല്ലത് നിലവിലുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട് നമ്മളൊന്ന് എക്സ്പോർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് മൊത്തം എക്സ്പോർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ എക്സ്പോർട്ട് ഉണ്ട്. എക്സ്പോർട്ട് ചെയ്ത് വെക്കുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ട്രയൽ ബാലൻസ് നമ്മൾ ഗ്രൂപ്പൊക്കെ തിരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പല അഡ്ജസ്റ്റ്മെൻറ്റും ട്രയൽ ബാലൻസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിന് എടുത്തിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പർ 13,200 എന്ന് പറയുന്നതിൽ നമ്മൾ പരത്തെ കിട്ടില്ല. അപ്പം നമ്മൾ മാറ്റങ്ങൾ വരുത്തിയ ശേഷം നമ്മൾ വീണ്ടും ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ ആ 2 ലെഡ്ജറിനും പേരിടുക. ലെഡ്ജർ കോഡ് ഇന്ന ദിവസം വരെ, ഇന്ന ഡേറ്റ് വരെ, ലെഡ്ജർ കോഡ് വിത്ത് എഫക്ട് ഫ്രം ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ എന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. 13,200 എന്ന് പറയുന്ന 2,000 എന്ന് പറയുന്ന കോഡ് എന്തായിരുന്നു പണ്ടപ്പോൾ, ഇപ്പോഴെന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഉപകരിക്കാം. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഈ ഗ്രൂപ്പ് വൈസ് ട്രയൽ ബാലൻസ് എടുക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.